കോഴിക്കോട് UDF സ്ഥാനാർത്ഥി VM വിനുവിന്റെ പേരുള്ളത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ 79-ാം നമ്പർ ബൂത്തിലാണ് VM വിനുവിനും കുടുംബത്തിനും വോട്ട്. 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തുവെന്നായിരുന്നു VM വിനുവിന്റെ വാദം. 2020 പട്ടികയിൽ വിനുവിന്റെ പേരില്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, ഏത് നിലയിലാണ് കാര്യങ്ങളുള്ളത്? 2021 പേരുണ്ട്, 20 പേരില്ല. പക്ഷെ അദ്ദേഹം ആവർത്തിക്കുന്ന സാഹചര്യമായിരുന്നു വോട്ട് ചെയ്തു എന്നുള്ളത്. എവിടെയാണ് പിശക് പറ്റിയിട്ടുള്ളത്? സംഗീത, ഇതിനകത്ത് വളരെ കൃത്യത വരികയാണ്. അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ VM വിനുവിന്റെ പേരില്ല. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട് എന്നുള്ളതാണ്. രണ്ടും രണ്ട് പട്ടികയാണ്. ഇതാണ് VM വിനുവിനും ഒരുപക്ഷെ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കൾക്കും ആശയക്കുഴപ്പമുണ്ടാകാനുള്ള ഒരു കാരണം എന്നുള്ളതാണ്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയിലാണ്. ആ വോട്ടർ പട്ടികയിൽ VM വിനുവിന്റെ പേരില്ല. അതാണ് 2020 പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് ഉണ്ടാകാതിരുന്നത്. അന്ന് അദ്ദേഹം പക്ഷേ ആവർത്തിക്കുന്നത് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതൊരു പക്ഷേ ആശയക്കുഴപ്പമായിരിക്കാം. എന്തായാലും 2020 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ള വോട്ടർ പട്ടികയിൽ VM വിനുവിന്റെ പേരില്ല. എന്നാൽ VM വിനുവിന്റെ പേരുള്ള പട്ടിക എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയുണ്ട്. ആ വോട്ടർ പട്ടികയിലാണ് അദ്ദേഹത്തിന്റെ പേരുള്ളത്. നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിട്ടുള്ള വോട്ടർ പട്ടികയാണ്. അതിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ 79-ാം നമ്പർ ബൂത്തിൽ അദ്ദേഹത്തിന്റെ VM വിനുവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വോട്ടുണ്ട്. 79-ാം നമ്പർ ബൂത്തിലെ 1088 മുതൽ 1091 വരെയുള്ള വോട്ടുകളാണ് VM വിനുവിനും അദ്ദേഹത്തിന്റെ ഭാര്യ പത്മജ വിനു, മക്കളായ വരുൺ വിനു, വർഷ വിനു എന്നിവർക്ക് വോട്ടുള്ളത്. ഇത് മാത്രമല്ല 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തയ്യാറാക്കിയിട്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിട്ടുള്ള വോട്ടർ പട്ടികയിലും വിനുവിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും വോട്ടുണ്ട്. 2022 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിലും അദ്ദേഹത്തിന്റെ പേരുണ്ട്. അതായത് രണ്ട് വോട്ടർ പട്ടികയാണ് ഉള്ളത്. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിട്ടുള്ള വോട്ടർ പട്ടികയിൽ VM വിനുവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വോട്ടുണ്ട്. അത് വസ്തുതയാണ്. എന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിട്ടുള്ള വോട്ടർ പട്ടികയിൽ അതിൽ 2020 തയ്യാറാക്കിയിട്ടുള്ള വോട്ടർ പട്ടികയിലുമില്ല, 2023 വന്ന കരടിലില്ല, ഇപ്പോൾ വന്ന പട്ടികയിലുമില്ല. അപ്പോൾ ഇത് അവർക്ക് പറ്റിയ പിഴവാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ രണ്ട് വോട്ടർ പട്ടികയുടെയും വിശദാംശങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പക്ഷേ കോൺഗ്രസ് ഇത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവർ പറയുന്നത് ഒരു ഗൂഢാലോചനയാണ്, പ്രായപൂർത്തിയായ ആളുകൾക്ക് വോട്ടുണ്ടാകണം, അത് പട്ടികയിലില്ല, അതിൽ പരാതി നൽകും എന്നുള്ളതെല്ലാമാണ് കോൺഗ്രസ് നേതാക്കളുടെ വിശദീകരണം. പക്ഷേ ഇത് രണ്ടും രണ്ട് പട്ടികയാണുള്ളത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടികയിൽ VM വിനും കുടുംബവുമില്ല. എന്നാൽ നിയമസഭയ്ക്കും പാർലമെന്റിനും വോട്ട് ചെയ്യുന്ന മറ്റൊരു പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട് എന്നുള്ളതാണ്. ശരി, പ്രസാദ് പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൂടി വരികയാണ് ഈ രേഖകൾ പുറത്തേക്കെത്തുമ്പോൾ. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.